സുന്ദരി മുത്തേ, എന്റെ കൽബിലെ സത്തേ, എന്റെ കിനാവിലെ സുന്ദരി പൂവേ, എന്നെ നിന്നിനക്കിഷ്ടമാണോടി? ഒരു പൂത്താലി ഞാൻ ചാർത്തിടാം, നിന്റെ മാറിലായി ചാഞ്ഞിടാം, എന്റെ കൽബിലെ മുഞ്ചലേ നീ. നിഴൽ പോലെ വന്നു നിലാവുള്ള രാത്രിയിൽ, നീ വന്നരികിൽ നിന്നപ്പോൾ ഞാൻ എന്ന ഭാവം വെടിഞ്ഞു നിന്നിൽ ചേർന്നൊരാ നിമിഷം. മെടമാസത്തിൽ മൊട്ടിട്ട പൂ പോലെ ഒരു കുളിത്തെന്നലായി വന്നു, എന്നെ തണുപ്പിച്ചോരാ നിമിഷം. സുന്ദരി മുത്തേ, എന്റെ കൽബിലെ സത്തേ, എന്റെ കിനാവിലെ സുന്ദരി പൂവേ. കാലാകാലം ജനങ്ങളെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അത് നല്ല പാട്ടായിരിക്കും. ഒരാളെങ്ങനെ നല്ല വരികൾ എഴുതുക, ഒരാളെങ്ങനെ നല്ല മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക, ഒരാളെ എങ്ങനെ നന്നായി ആലപിക്കുക, ഇതിന് അനുഭവങ്ങൾ വേണം, ജന്മന കഴിവ് വേണം, പാണ്ഡിത്യം വേണം. ഇനി ജന്മന കഴിവില്ലെങ്കിലോ നിരന്തരമായ പരിശ്രമത്തിൽ കൂടെ നേടിയെടുക്കാം. നിരന്തരമായ പരിശീലനത്തിലൂടെ ഞാൻ നേടിയെടുക്കൂ. എൻ്റെ പാട്ട് ഈ കോഴിക്കോട് ജില്ല മുഴുവൻ പാടി നടക്കും. നിങ്ങൾ നോക്കിക്കോ. അസ്ലമേ പോലെ ഞാനത് പക്ഷെ ആ വരി പൂർണ്ണമാകുന്നില്ല. വരി കിട്ടി. മാനത്ത് മൈലാഞ്ചിച്ചേലു കണ്ടോ, മാനത്ത് മൈലാഞ്ചിച്ചേലു കണ്ടോ, സുന്ദരി പെണ്ണാളെ നീ വരുമോ? തഞ്ചത്തിൽ വരും നിന്റെ സുൽത്താൻ, മഹർമാല അണിയിക്കാൻ. തഞ്ചത്തിൽ വരും നിന്റെ സുൽത്താൻ, മഹർമാല അണിയിക്കാൻ. സകല ഭാഗ്യങ്ങളും നേർന്നിടാം നിങ്ങൾക്കൊരായിരം. ഒരു മധുര സ്വപ്നം ഞാൻ കണ്ടു. മമ്മൂക്കാന്റെ കാലം മാറി കഥ മാറി എന്ന സിനിമയിലെ ആ പാട്ട് ഞാനൊന്ന് തലതിരിച്ചെഴുതിയാൽ നന്നാവും. അതൊരു പുതിയ രചനയാക്കാം. മധുപൂർവം സ്വപ്നത്തിൽ കണ്ടല്ലോ ഞാൻ സുന്ദര മുഖമുള്ള മുഞ്ചത്തിയേ. ചന്ദ്രനല്ല, താരമല്ല, സുന്ദരമാ മുഖം മാത്രം. കിട്ടി 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 കിട്ടി. ഖമറല്ല, നജമല്ല, ബീവി എന്റെ കൽബിലെ റാണിയേ. ഇത് സംഭവം പൊളിക്കേട്ടാ. ഇതായിരിക്കും പിടുത്തം കിട്ടൂല. ഖമറല്ല, നജമല്ല, ബീവി. ഹലോ ഹലോ, നീ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയാ? ഏതാ, അതിന് രണ്ടുപേരും ഇവിടെ ഉള്ളൂ. രണ്ടുപേരും കൂടി ആയ ഫുള്ളാവും. ഏത് വരി പാട്ടല്ലേ നിങ്ങൾ പറഞ്ഞേ? ഏത് പാട്ട്? എന്റെ പാട്ട് ഞാൻ എഴുതിയ പുതിയ. നിന്റെ പാട്ട് നീ ബാത്റൂം കയറിയിട്ട് പാടിക്കോ. നീ ആ ഫയൽ കംപ്ലീറ്റ് ആക്കിയിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുകൊടുത്ത് ഒരു പണിയും ചെയ്ത് വെറുതെ. സ്വന്തം ഓഫീസിൽ നല്ലൊരു പാട്ടിന്റെ രചയിതാവ് ഉണ്ടാകുന്നത് പോലും പിടിക്കൂല. ഒക്കെ ഈഗോ ആണ്. എല്ലാം എന്റെ ബാക്കിൽ വരൂ. ആയിട്ടില്ല, എന്റെ ഒരു പാട്ട് ഇട്ടാട്ടെ. സുന്ദരി പൂവേ.
ആയി പറഞ്ഞിട്ട് നല്ല പാട്ടെഴുത്തുകാരനാന്ന്. എനിക്ക് നല്ലൊരു പാട്ട് പാടിയാണ്ട് ഇറ്റാക്കണം. നോക്കട്ടെ എന്റെ പാട്ടൊന്ന്. ലൈലാന്റെ മൊഞ്ചി. ഓ എന്തൊരു മൊഞ്ചയിക്കാരപ്പത്. ഓ ഇത് ഭയങ്കര ബരിയൊക്കെയാണ് കേട്ടോ. ദന്തരദ്ദം ദന്തടം ദന്തരദ്ദം ദന്തടം ലൈലാന്റെ മൊഞ്ച് മജ്നൂന്റെ നെഞ്ച് ആ നെഞ്ചും മൊഞ്ചും ചേർന്നു കഴിഞ്ഞ എന്തൊരു ഹാജത്ത് ലൈലാന്റെ മൊഞ്ച് മജ്നൂന്റെ നെഞ്ച്. ആ എന്തേ സുലഭേ, കിളി പോയോ? നിങ്ങളല്ലേ പ്രൊഡ്യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ എന്റെ പാട്ട്? എനിക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി. ആരാണാ പൊട്ടൻ? ഷാർജമാനോ? ആ അവനക്ക് തന്നെ കിട്ടുള്ളൂ. എന്താ ചിരിക്കുന്നത്? അധികം ചിരിക്കണ്ട. എന്റെ ലൈലാന്റെ മുഞ്ചി ഇപ്രാവശ്യത്തെ ബമ്പർ ഇറ്റാവും. ഞാനത് കോപ്പി അയച്ചുതരാം. മാനല്ലേ പാടിയത്, താനല്ലേ എഴുതിയത്. അത് തന്റെ പാട്ടിന് ഇന്നസ് ബുക്കിൽ റെക്കോർഡ് കിട്ടും. ആ കിട്ടൂ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിവേചിച്ചുള്ള പാട്ട്. ആ പേരിലാണോ തനിക്ക് ഇന്നസ് ബുക്കിൽ റെക്കോർഡ് കിട്ടിയ? മജ്നൂന്റെ നെഞ്ച് ആ നെഞ്ചും മൊഞ്ചും ചേർന്നു കഴിഞ്ഞ എന്തൊരു ഹാജത്ത് ലൈലാന്റെ മൊഞ്ച്. മാനത്ത് മൈലാഞ്ചിച്ചേലു കണ്ടോ, മാനത്ത് മൈലാഞ്ചിച്ചേലു കണ്ടോ, സുന്ദരി പെണ്ണാളെ നീ